കുഴക്കെ പരത്തൊന്നും ചെയ്യാതെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ചിക്കൻ മോമോസിന്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 വലിയ കഷ്ണം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് കറക്കി എടുത്തതിലേക്ക് 1 ടീസ്പൂണ് സോയാ സോസും 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്തി കൊടുക്കാം. അപ്പോൾ സോയാ സോസ് ചേർത്തിയതുകൊണ്ട് തന്നെ ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർത്തണേ. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത ക്യാപ്സിക്കം, സവാള, ക്യാരറ്റ് എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മൈദയുടെ പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ബാറ്റർ ആക്കിയിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. പിന്നെ ഇതിന് മെയിൻ ആയിട്ട് വേണ്ടത് സമൂസ ഷീറ്റാണ് കേട്ടോ. അത് നമുക്ക് ഇതുപോലെ 3ആയിട്ട് കട്ട് ചെയ്തിട്ട് ഓരോ ഷീറ്റ് എടുത്തിട്ട് 4 വശത്തും മൈദയുടെ ബാറ്റർ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ 4 വശത്തുനിന്ന് ഇതുപോലെ ആദ്യം ഈ 2 വശം ഒട്ടിച്ചിട്ട് പിന്നെ 4 വശവും അപ്പോൾ ഇതുപോലെ നല്ല പ്രസ് ചെയ്തിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ എല്ലാതും ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പം അതിന് വേണ്ടി അപ്പോൾ നമ്മൾ വെച്ച് കൊടുക്കുന്ന തട്ടിലൊന്ന് ഓയിൽ തടവിന് ശേഷം വേണം കേട്ടോ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി അടിച്ച് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 10-15 മിനിറ്റിൽ തന്നെ ഇത് റെഡിയായി കിട്ടും. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് തണുത്തതിന് ശേഷം കേട്ടോ ഈ തട്ടിൽ നിന്ന് മാറ്റാവും നല്ലത്. അങ്ങനെ എല്ലാതും ഇതുപോലെ തയ്യാറാക്കി. ഇതിലേക്ക് നമുക്ക് തക്കാളി ഒന്ന് വേവിച്ചെടുക്കാതെ വളരെ എളുപ്പത്തിൽ ഒരു സോസ് റെഡിയാക്കണേ എങ്ങനെ നോക്കാം. അപ്പോൾ അതിൽ വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് എണ്ണയിലൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. പിന്നീട് ഇതിലേക്ക് 1/4 കപ്പ് ടൊമാറ്റോ സോസും പിന്നെ കുറച്ച് ഉപ്പും പിന്നെ 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും പാടെ ചേർത്തിട്ട് നന്നായിട്ട് ചെയ്തെടുത്താൽ നമ്മളെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള മോമോസും അതുപോലെ തന്നെ സോസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പിന്നെ ഉണ്ടാക്കി എടുത്ത പാടന്നെ ഇത് കഴിക്കും ചെയ്യണേ. അപ്പോൾ ഇതിലേക്കുള്ള ഫില്ലിങ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ.